ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 79ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഫസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് എല്ലാ ദിവസത്തെയും പോലെ തന്നെ ഇൻവേർഷൻ മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ടൈമിൽ ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കുക. അതായത് തലമുടി ഇങ്ങനെ തല കുനിച്ചിട്ട് തലമുടി ഇങ്ങനെ തന്നെ നന്നായിട്ടൊന്ന് ചീകി കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലോണം ഒരു 5 മിനിറ്റൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലേക്ക് ഉണ്ടാകാനും അതുവഴി നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടേക്ക് എത്താനും അതുവഴി നമ്മുടെ മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും ഈ ഒരു ചലഞ്ച് എടുക്കുന്ന എല്ലാ ആൾക്കാരും മുടങ്ങാതെ എല്ലാ ദിവസവും തീർച്ചയായിട്ടും ഈ ഒരു കാര്യം ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇൻവേർഷൻ മെത്തേഡൊക്കെ ചെയ്ത് കഴിഞ്ഞു. മുടി ബാക്കിലേക്കിട്ട് ഇനി നന്നായിട്ട് അങ്ങോട്ടും കൂടി നമുക്ക് ഒരു ബാക്കിലേക്കും കൂടി നന്നായിട്ടൊന്ന് ചീകി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് രാവിലെ വേണമെങ്കിൽ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുൻപായിട്ടോ നിങ്ങൾക്ക് എപ്പോഴാണ് സമയം കിട്ടുകയെന്ന് വെച്ചാൽ ഏത് ടൈമിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി തലേദിവസം നൈറ്റ് ഓയിൽ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇന്നത്തെ ദിവസം നമ്മൾ ഡീപ്പ് ഓയിലിംഗ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം തലേദിവസം നൈറ്റ് ഓയിൽ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഇനി പ്രത്യേകിച്ച് ഓയിൽ ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഇന്നത്തെ ദിവസം നല്ലോണം ഹെയറിലും അതുപോലെ തന്നെ ആ ഒരു സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി പ്രത്യേകിച്ച് ഇന്നത്തെ വേറൊരു ഓയിലിങ്ങിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മുടി ഞാൻ ബാക്കിലേക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ജടയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ചീകിയെടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ ഹെയർ ഓയിലാണ് എടുക്കുന്നത്. നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഹെയർ ഓയിൽ എടുക്കുക. അത്യാവശ്യം നല്ലോണം എടുക്കണം കേട്ടോ. അപ്പോൾ എങ്ങനെ ആണെങ്കിലും നിങ്ങളൊരു പാത്രത്തിലെടുത്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അത്യാവശ്യം നല്ലോണം ഹെയർ ഓയിൽ എടുത്തിട്ടാണ് നമ്മൾ ഇന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ എൻ്റെ കണ്ണിൽ എന്തോ ഒരു സംഭവം വീണു കേട്ടോ. അപ്പം ശരിയായി. അപ്പോൾ അത്യാവശ്യം നല്ലോണം ഞാൻ ഹെയർ ഓയിൽ എടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഞാൻ ആ ഒരു സെൻറ്റർ പോർഷനിലേക്ക് നന്നായിട്ടൊന്ന് ഓയിൽ വെച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം എല്ലാ ദിവസവും ചെയ്യണ പോലെ തന്നെ വിരൽ തുമ്പിലേക്ക് ഓയിലാക്കിയിട്ട് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേണം നിങ്ങൾ ഹെയർ ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ആ ഒരു തലയോട്ടിയിലേക്ക് എല്ലായിടത്തേക്കും ആ ഒരു ഓയിൽ എത്തും കേട്ടോ. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിലിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ, എന്തൊക്കെ ഗുണങ്ങൾ ആ ഒരു ഓയിൽ കൊണ്ട് നിങ്ങളുടെ മുടിക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ ആ ഒരു ഓയിൽ യൂസ് ചെയ്യുന്നത്, ആ ഒരു ഗുണങ്ങളൊക്കെയും കറക്റ്റായിട്ട് ആ ഒരു മുടി വേരുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. നാച്ചുറലി തന്നെ നമ്മുടെ സ്കാൽപ്പിലേക്ക് ഒരു ഓയിൽ പ്രൊഡ്യൂസ്ഡ് ആകും കേട്ടോ. അപ്പോൾ അത് കൂടാതെ നമ്മൾ പുറമേ കൊടുക്കുന്ന ഒരു ഓയിലിംഗ് ആണിത്.
അപ്പോൾ സ്കാൽപ്പിൽ എല്ലായിടത്തും നല്ലോണം ഇന്നത്തെ ദിവസം നമ്മൾ ഓയിലിട്ട് കൊടുക്കണം കേട്ടോ. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ വളരെ കുറച്ച് ഓയിലാണ് എടുത്തിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ ഈ ഒരു വീക്കിൻ്റെ അവസാനത്തെ ദിവസമാണ് നല്ലോണം ഓയിലെടുത്തിട്ട് വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ആ ഒരു സ്ഥലത്തൊക്കെ ബാക്കിലൊക്കെ നല്ലോണം മുടി പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഏരിയയിലൊക്കെ നന്നായിട്ട് ഓയിലെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഓയിലാണെങ്കിലും ഹെയർ പാക്ക് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ആ ഒരു പോയ സ്ഥലത്തൊക്കെ അത്യാവശ്യം മുടി ഇല്ലയെന്ന് കാണുന്ന സ്ഥലത്തൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പം തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ മുടിയുടെ ലെങ്തിലേക്കും കൂടി നന്നായിട്ട് ഓയിലിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ ഓയിൽ കഴിയാറായിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിങ്ങോട്ട് ഒഴുകി എത്താൻ വേണ്ടിയിട്ട് കുറച്ച് പാടാണ്. അപ്പം നല്ലോണം ഓയിൽ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം എടുത്ത ആ ഒരു ഓയിൽ തീർന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി ഓയിലും കൂടി ഇരിക്കുകയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ഓയിലിങ് നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒന്നെന്ന് പറയുന്നത് ജസ്റ്റ് ചൂടാക്കിയിട്ട് ആ ഒരു ഇളം ചൂടോടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമലി നമ്മുടെ ഓയിൽ എടുക്കുക അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. രണ്ട് രീതിയിൽ വേണമെങ്കിൽ ചെയ്യാം. ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നമ്മൾ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസം ഞാൻ പ്രത്യേകിച്ച് ചൂടാക്കി എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെയും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലോണം മുടിയുടെ ലെങ്തിലേക്കും ആ ഒരു ഓയിൽ എടുത്തിട്ട് നല്ലോണം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഷാമ്പു ഇട്ടിട്ടാണ് ഹെയർ വാഷ് ചെയ്ത് കളയുന്നത്. ഈ ഒരാഴ്ചത്തെ അഴുക്കും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ഒരു ദിവസമാണ് നമ്മൾ നന്നായിട്ട് ഓയിലിട്ട ശേഷം നന്നായിട്ടൊന്ന് ഷാമ്പു വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഷാമ്പു ആയിട്ട് യൂസ് ചെയ്യുന്നത് മാക്സിമം നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾക്ക് താളി വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഷിക്കാക്കായ് പൗഡർ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്ന സോപ്നട്ട് പൗഡർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ മുൻപൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെ നാച്ചുറൽ ഷാമ്പു വീട്ടിൽ ഉണ്ടാക്കാന്നുള്ളത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് അതുപോലെ ഒരു ഷാമ്പു നിങ്ങൾക്ക് വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ട് യൂസ് ചെയ്യാം. മാക്സിമം അങ്ങനെയൊക്കെയുള്ള ഷാമ്പൂസ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് നമുക്ക് മുടി വളർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. വേറെയുള്ള കെമിക്കൽ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് ബെനിഫിറ്റ്സ് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പുവും കാര്യങ്ങളും ഒക്കെ അപ്പോൾ അത് നമുക്കൊരു ഹെയർ പാക്ക് പോലെ തന്നെ വർക്കാവുന്നതാണ്. അത് വെറും ഷാമ്പൂസ് അല്ല, അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മുടെ മുടി വളർച്ചയ്ക്കും കൂടി സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇത് നാച്ചുറൽ ക്ലെൻസേഴ്സ് മാത്രമല്ലാതെ നമ്മുടെ മുടി വളർച്ചയ്ക്കും സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നതാണ് മാക്സിമം നല്ലത്. അപ്പോൾ ഇനി നമുക്കൊരു 30 മിനിറ്റ്സ് to 1 hour വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ ടാറ്റ.